നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി കേരളം കാത്തിരിക്കുക. ഞാൻ ഇന്ന് 14ാമത്തെ ജില്ലയിലാണ് എൻ്റെ പര്യടനം ഇവിടെ പൂർത്തിയാക്കിയത്. 13 ജില്ലകളിലെയും പര്യടനം നടത്തിയപ്പോൾ സ്ഥാനാർത്ഥികളിൽ നിന്നും, പ്രവർത്തകരിൽ നിന്നും, പൊതുസമൂഹത്തിൽ നിന്നും എനിക്ക് ഉണ്ടായ ബോധ്യം, ജനങ്ങൾ സാധാരണ ഗവൺമെന്റുകളെയൊക്കെ എതിർപ്പുണ്ടാകാറുണ്ട്. ജനങ്ങൾ നമ്മുടെ ഗവൺമെന്റുകളോടൊക്കെ ചിലപ്പോൾ പല കാരണങ്ങളുടെ പേരിൽ ജനങ്ങൾക്ക് എതിർപ്പുണ്ടായി. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്ന ഒരു ഗവൺമെന്റാണ് UDF 15 ദിവസക്കാലം മുമ്പ് അവതരിപ്പിച്ച ഒരു കുറ്റപത്രം. ഞാൻ കരുതുന്നത് അത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതല്ല, വിചാരണ ചെയ്യപ്പെടുകയാണ്. നമ്മൾ 3 കൊല്ലക്കാലം മുമ്പ് പ്രതിപക്ഷം പറഞ്ഞു, എന്താ പറഞ്ഞത്? കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇന്ന് കാലം അത് ശരിവെച്ചിരിക്കുകയാണ്. ശബരിമലയിലെ ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പം വരെ മോഷ്ടിച്ച കള്ളന്മാരുടെ കൂടാരമാണ് CPM. എന്താ പറഞ്ഞത്? ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അന്ന് നമ്മൾ പറഞ്ഞ ഏതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അറിയപ്പെടുന്ന CPM നേതാക്കളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുകളായ 2 ഉന്നതരായ CPM നേതാക്കൾ, ഒരു മുൻ MLA അടക്കം 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിലാണ്. എന്നിട്ട് ഗോവിന്ദൻ പറയാം, ഒരു നടപടി എടുക്കില്ല അവർക്കെതിരെ. സംസ്ഥാനത്ത് ഏറ്റവും നല്ല തൊലിക്കെട്ടിക്ക് ഒരു അവാർഡ് കൊടുത്താൽ അതാ ഗോവിന്ദനോട്. കാരണം അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി തെളിവുകൾ ഹാജരാക്കി കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോയി കോടതി റിമാൻഡ് ചെയ്ത് ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ ജാമ്യം തള്ളിയ കേസാണ്. നടപടി എന്താ പേടിയാ? നടപടി എടുത്താൽ അവർ വേറെ നേതാക്കന്മാരുടെ പേരിലോ? അതാണ് പേടി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ ജയിലിലേക്ക് പോകുന്ന CPM നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറെ പേര് കൂടി അവിടെ എത്തിച്ചേരാനുണ്ട്. ഇവിടെ ഈ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ കട്ട ആളുകൾ നമ്മുടെ ഖജനാവ് എങ്ങനെ കൊള്ളയടിക്കാമെന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ അവിടെ ഒന്നുമില്ല. ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു, ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുക. കാരണം പൂച്ച വരുന്ന സ്ഥലങ്ങളില്ല, ആരും വരാത്ത, ആരും കേറാത്ത, ഒരു ശല്യം ഇല്ലാത്ത സ്ഥലത്തെ പൂച്ച പ്രസവിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം കേരളത്തിന്റെ ഖജനാവ്. 1ാം സ്ഥാനം എന്ന് പറയണം കേരളത്തിന്. എന്തിനാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 10 മാസമായി ആർക്കും വിട്ടു കൊടുത്തിട്ടില്ല. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2200 കോടിയാണ്. 2200 കോടി. എല്ലാ വെളിച്ചെണ്ണയ്ക്ക് 4 ഇരട്ടി വിലയായി, പഞ്ചസാരയ്ക്ക് ഇരട്ടിയായി, നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി, പച്ചക്കറിയുടെ വില കൂടി. മാർക്കറ്റിൽ ഇടപെടാൻ സർക്കാരും ഇല്ല, സപ്ലൈകോയും ആരുമില്ല. ഇതാണ് സ്ഥിതി. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു. സർക്കാർ ആശുപത്രിയിൽ ഒന്നും മരുന്നില്ല. മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ സർജറിക്ക് പോകണവൻ നൂല്, സൂചി, കത്രിയൊക്കെ മേടിക്കുന്നു. കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ ഒരു സർജറിക്ക് ചെന്നപ്പോൾ പഞ്ഞിയും കൂടി മേടിക്കാൻ പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരാള് ഒരു പൊതുയോഗത്തിൽ എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, സാറേ ചിലപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ നമ്മൾ വടിയായി പോകും, മരിച്ചു പോകും. അപ്പൊ മൂക്കി പഞ്ഞി വെച്ച് തിരിച്ചു പോകണ്ടേ, ആ പഞ്ഞി നമ്മൾ മേടിക്കേണ്ട പോകണം. ആ സ്ഥിതിയാണ് മെഡിക്കൽ കോളേജിൽ. പഞ്ഞി പോലും കോടിക്കണക്കിന് രൂപയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാറ്. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി 1800 കോടി കൊടുക്കാനുണ്ട്. എല്ലാ സ്ഥലത്തുമാണ്. നമ്മള് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കിയാണ് നമ്മുടെ ഗവൺമെന്റ്. 1000 കോടി നഷ്ടം കുറച്ചു, 1000 കോടിയാക്കി കുറച്ചു. 1000 കോടി ഉണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന്റെ നഷ്ടം ഇപ്പൊ എത്രയാണെന്ന് എത്തരുത്, 50,000 കോടി. അത്രേ പറ്റുള്ളൂ. നമ്മൾ ചിരിക്കാൻ 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 5ാമത് കൂട്ടാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുക. മനസ്സിലായി? വാട്ടർ അതോറിറ്റി
5000 കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാറുള്ളത്. PWD 15000 കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാറുള്ളത്. ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് കൂടി സർക്കാർ കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടിയാണ്. പിണറായി വിജയൻ മാർച്ചിൽ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മലയാളികളുടെ തലയിൽ, നമ്മുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്.